ഐ സ്പീക്ക് ലൈഫ്. ഞാൻ ജീവനെ സംസാരിക്കുന്നു. നമ്മൾ രോഗസൗഖ്യത്തിന് വേണ്ടിയും ബന്ധനങ്ങൾ അഴിക്കുവാനും പുള്ളിങ് ഡൗൺ സ്ട്രോങ് ഹോൾസ് ആണ് ഈ ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. കുറേ ദിവസങ്ങളിൽ അതിനെക്കുറിച്ചായിരിക്കും ആത്മാവ് പറയിപ്പിക്കുന്നത്. ഒരു വചനം വെച്ച് നമ്മൾ അടുക്കും ചിട്ടയുമായിട്ട് നമ്മുടെ തോട്ടത്തിനകത്തെ വേണ്ടാത്തെല്ലാം പറിച്ച് ദൂരെ കളഞ്ഞിട്ട് നല്ല വൃക്ഷങ്ങൾ നട്ടുകൊണ്ടേ ഇരിക്കുന്ന ദിവസങ്ങളാണ്. പല പ്രാവശ്യം ഈ വചനം കേൾക്കണം. കാരണം ഇത് പരിശുദ്ധാത്മാവിൻ്റെ നന്മയുടെ ജീവൻ്റെ വചനമാണ്. ഒട്ടും തെറ്റില്ലായിരിക്കാൻ എപ്പോഴും ഞാൻ വചനം നോക്കിയാണ് പറഞ്ഞു തരുന്നത്. കാണാതറിയാമെങ്കിൽ ഞാൻ നോക്കി പറയുന്നതിൻ്റെ റീസൺ, ഞാനൊരു വക്കീലാണ്. വക്കീൽമാർക്ക് കോടതിയിൽ ആർഗ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ സെക്ഷൻസ് തെറ്റിപ്പറഞ്ഞാൽ ജഡ്ജസിന് വളരെ വലിയ ദേഷ്യമുള്ള ഒരു കാര്യമാണ്. എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയണം. അതുകൊണ്ടാണ് വചനം നോക്കി തന്നെ ഞാൻ വായിച്ചുകൊണ്ട് പറയുന്നത്. അതിനകത്ത് ഒരു വള്ളിക്കും പുള്ളിക്കും വ്യത്യാസം വരുത്തുവാൻ നമുക്കാർക്കും അധികാരമില്ല. അതുകൊണ്ട് നമ്മളോട് ദൈവം പറയുന്നത് നീ ജീവനെക്കുറിച്ച് സംസാരിക്കുക. അപ്പോൾ രോഗത്തിൽ ഭാരപ്പെടുന്നവർക്ക്, ഇന്ന് ഞാൻ മരിച്ചു, എനിക്ക് മുന്നോട്ട് നീങ്ങാൻ വയ്യ, ജീവിതത്തിൽ എനിക്ക് വലിയ പ്രയാസമാണ്, എല്ലാ അവയവങ്ങളും ഇപ്പോൾ ഷട്ടിങ് ഡൗൺ ആണ് എന്നൊക്കെ ഓരോരുത്തർ വിളിച്ച് പറയുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ മുമ്പിലേക്ക് ദൈവത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് വെക്കുകയാണ്. പരിശുദ്ധാത്മാവാണല്ലോ നമുക്ക് ഇവിടെയുള്ളത്. ഇപ്പം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ടെന്നുള്ള ബോധമുള്ളവരോടാണ് ഈ സംസാരിക്കുന്നത്. അപ്പം നമ്മൾ വളരെ വേദനിക്കും. പരിശുദ്ധാത്മാ അകത്ത് പറയുന്നുണ്ട്, സാരമില്ല, എൻ്റെ കയ്യിലോട്ട് ഇതാ നിയന്ത്രിക്കാനുള്ളതേ ഉള്ളൂ. പക്ഷെ നമ്മളത് കേൾക്കത്തില്ല. കാരണം നമ്മളിലെ വെള്ളത്തിൽ ചാകാനായിട്ട് കൈ അടിച്ച് കാലടിച്ചിട്ട് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് നമ്മുടെ ഇമോഷൻസ് അങ്ങനെ, വികാരങ്ങൾ അങ്ങനെ നമ്മളെ അങ്ങനെ അലട്ടുന്ന സമയത്ത് അന്തരാത്മാ വിളിച്ചു പറയും, നീ ഭാരപ്പെടാതെ ഞാനുണ്ട്. അപ്പോഴാണ് പലപ്പോഴും നമുക്ക് തോന്നിക്കുന്ന ഒരാളെ ഒന്ന് വിളിച്ചാലെന്ത്, വേറൊരാളെ ഒന്ന് വിളിക്കാം. അപ്പം പരിശുദ്ധാത്മ കറക്റ്റായിട്ടുള്ള ആളിനെ തന്നെ വിളിപ്പിക്കും. ഞാൻ നോട്ട് ചെയ്യാറുണ്ട്. പലപ്പോഴും ഞാനിങ്ങനെ ഓരോന്ന് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചില സമയത്ത് എൻ്റെ അടുക്കൽ തന്നെ ഫോണുണ്ടെങ്കിൽ ആ ഫോൺ അടിക്കുമ്പോഴേ പരിശുദ്ധാത്മ പറയും അതെടുക്കേന്ന്. അത് വ്യക്തമായിട്ട് എനിക്ക് അറിയാൻ വെക്കും. അപ്പോൾ ഞാൻ പറയും, എത്ര ക്ലിയറായിട്ടാണ് കറക്റ്റ് ടൈമിൽ, ടൈം പോലും നിയന്ത്രിക്കുന്നത് യേശുവാണ്. അങ്ങനെയെങ്കിൽ ആ ഫോൺ എടുക്കുമ്പോൾ അപ്പുറത്തുള്ളവർക്ക് പ്രയോജനമുണ്ട് എന്നെനിക്കൊരു ബോധം വരും. ഞാനത് ധൈര്യമായിട്ട് പറഞ്ഞും കൊടുക്കും. ഇന്നെടുക്കുന്ന വചനം നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം 11:23. രോഗസൗഖ്യത്തിനും ബന്ധനങ്ങൾ അഴിക്കാനും കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്കും നമ്മുടെ ബിസിനസ്സിൻ്റെ നന്മയ്ക്കും എല്ലാത്തിനും ഇത് ഉപയോഗിക്കാവുന്നതാണ്. മർക്കോസിൻ്റെ സുവിശേഷം 11:23. ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിപ്പീൻ. നമ്മളെല്ലാം ദൈവവിശ്വാസികളോടാണല്ലോ ഞാൻ സംസാരിക്കുന്നത്. ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ, കണ്ട അവനവൻ്റെയാണ്, ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങിക്കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. അപ്പോൾ നമ്മളോട് കർത്താവ് പറയുന്നുണ്ട്, അത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വേറെ എന്തിനധികം വാക്യം വേണ്ടല്ലോ. കർത്താവ് പറയുകയാണ്, നമ്മുടെ ഹൃദയത്തിൽ ഇത് വിശ്വസിക്കണം. ആ ഉറപ്പാണ്, ആ വിശ്വാസം വരാനാണ് ഈ വചനം കേൾക്കേണ്ടത്. വിശ്വാസം എങ്ങനെ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ തീർത്തും വചനം ഉള്ളിടത്തിരിക്കണം. 2-3 ജീവിതത്തിലെ അനുഭവത്തിൽ ഞാൻ വിശ്വാസം പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലത്ത്, എപ്പോഴും പ്രാർത്ഥന ഉള്ള ഒരു സ്ഥലത്ത് നമ്മൾ പോയിരുന്നാൽ അറിയാതെ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. ബിക്കോസ് അറ്റ്മോസ്ഫിയർ ഈസ് ആബ്സല്യൂട്ട്ലി ഹോളിയായി മാറി. ദൈവപ്രവർത്തനം എപ്പോഴും നടത്തുന്ന ഒരു ചർച്ചിലാണെങ്കിൽ അവിടെ, അല്ലെങ്കിൽ ഒരു സഭയിലാണെങ്കിൽ അവിടെ ഒരു കൂട്ടായ്മ ആത്മാവിലുള്ള അവിടെ ഒരു ആത്മാവിൻ്റെ പ്രവർത്തനം നടക്കും. സ്വന്തം ഭവനത്തിൽ ചില മുറികളിൽ മനോഹരമായ ദൈവസാന്നിധ്യം അനുഭവപ്പെടും. കാരണം നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഏകനായിട്ട് മുറിക്കകത്ത് അടച്ചിരുന്നേച്ച് ഈ ഒരൊറ്റ വചനം എന്നെടുക്കുക. ഒറ്റ വചനം മതി, ഒരു വചനം മതി. ആ ഒരു വചനം ഞാൻ ഇന്ന് കേൾപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വളരെ സാവകാശം വീണ്ടും അത് വായിക്കുകയാണ്. ആരെങ്കിലും, അത് ഞാനാണ് കർത്താവ്, പറ, ഞാൻ എൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ
ഞാൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോ എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കുമെന്ന് യേശു പറയുകയാണ്. വിശ്വസിക്കണം. നമ്മളോട് പറയുന്നത് എനിക്ക് സംശയമുണ്ടാകരുത്. ഈ സംശയം ഇട്ടു തരുന്നത് പിശാചാണ്. വലിയ രോഗമാണ്, ക്യാൻസർ ആയിരിക്കാം, ലിവർ പ്രോബ്ലം ആയിരിക്കാം, അല്ലെങ്കിൽ മരണത്തിന് മുമ്പിലായിരിക്കും, കുഞ്ഞുങ്ങളുടെ ബന്ധനമായിരിക്കാം, ബിസിനസ് ആയിരിക്കാം. ഇത് ഇന്ന് നശിച്ചു പോകുമെന്ന് നമ്മുടെ ശരീരം, അതായത് ഇന്ദ്രിയങ്ങളെല്ലാം പുറമേ ഉള്ളത് കാണിക്കുമ്പോഴും അന്തരാത്മാവ് പറയും മാറിപ്പോലെ, പിടിച്ചു നിൽക്കുക. അപ്പം നമ്മളൊന്ന് ചെയ്താൽ മതി. ദൈവമേ നീ എൻ്റെ കൈക്ക് പിടിക്കണം. നമുക്ക് പിടിക്കാനൊക്കത്തില്ല ഇപ്പം. ദൈവമേ നീ എൻ്റെ കൈക്ക്, നിൻ്റെ ബലമുള്ള കൈ കൊണ്ട് എന്നെ പിടിച്ച്, നിൻ്റെ ആത്മാവ് എൻ്റെ അന്തരാത്മാവിനോട് സംസാരിച്ച്, ഇതെല്ലാം അകത്താണ്, എനിക്ക് ബലം തരണമെന്ന്. കേൾക്കത്തില്ലേ? സർവ്വവ്യാപിയായ പരിശുദ്ധാത്മാവ് അത് കാണുന്നില്ലേ? എൻ്റെ കൂടെ നിൽപ്പില്ലേ? നിങ്ങളുടെ കൂടെ ഇല്ലേ? വചനം വന്ന് വീഴുന്ന ഈ ഓരോ ഭവനങ്ങളിലും ഇതിൻ്റെ ഈ സംശയത്തിൻ്റെ ആത്മാവിനെ എടുത്തു ദൂരെ കളയാണ്. അതായത് നമ്മുടെ ബ്രെയിനകത്ത്, നമ്മുടെ ബുദ്ധിമണ്ഡലത്തിൽ, ഞാൻ എൻ്റെ മകന് വേണ്ടി തന്നെ അമേരിക്കയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, മോൻ അവിടെ വോട്ടൺ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കണ്ടതാണ്, എൻ്റെ മോൻ്റെ തല നിറച്ചും ഗാഡ്ജറ്റ്സാണ്. അന്ന് ഈ മൊബൈലിനെക്കാട്ടി കൂടുതലായിട്ട് നമ്മൾ ചെറിയ ചെറിയ കാസറ്റ്സ് ഉപയോഗിക്കുന്ന സമയം ഗാഡ്ജറ്റ് തല നിറച്ച് പല കാസറ്റുകൾ കൊണ്ട് നിറച്ച് വെച്ചിരിക്കും. ഒന്നുമില്ല തലയിൽ, ദൈവത്തിൻ്റേത്. അപ്പോൾ എൻ്റെ മരിച്ചുപോയ അമ്മ, വല്യമ്മച്ചിയാണ്, വന്നിട്ട് എല്ലാം തള്ളി നീക്കി മാറ്റിക്കളഞ്ഞ് വെച്ച് അവിടെ ശുദ്ധമാക്കുന്നത്. ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ ഞാൻ കണ്ടുള്ളൂ. മരിച്ചവരാണോ അല്ലയോ എന്നുള്ള ക്വസ്റ്റ്യൻ ഈസ്, ഇവൻ്റെ തലയ്ക്കകത്തിരിക്കുന്ന ഗാഡ്ജറ്റാണെന്നും ഇതുകൊണ്ടൊരു പ്രയോജനം ഇല്ല എന്ന് ആത്മാവ് മനസ്സിലാക്കിയിട്ട് നമ്മുടെ അറിയാവുന്നവരുടെ രൂപത്തിൽ വന്ന് ഇതെല്ലാം ദൂരെ എടുത്ത് എറിയുന്നതായിട്ട് ഞാൻ കണ്ടു. അത് കഴിഞ്ഞപ്പം അവന് വിടുതൽ കൊടുക്കുന്നത് ഞാൻ കണ്ടു. അപ്പം നമ്മുടെ തലയ്ക്കകത്തിരിക്കുന്ന പല ചിന്തകൾ, എനിക്ക് രോഗമാണ്, ഞാൻ മരിച്ചു പോകും, എനിക്ക് പ്രശ്നമാണ്, 1. 2, എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണ്, കള്ളുകുടിയനാണ്, അവൻ ഒരിക്കലും അവൻ ദുഷ്ടനാണ്, ഇങ്ങനെ ചിന്ത വെച്ചിട്ട് ഈ ചിന്തകളിലെല്ലാം മക്കളെക്കുറിച്ച് ഇതൊക്കെ വരുന്നത് എല്ലാം ഒന്നിൻ്റെ പുറകെ നുണയുടെ പുറത്ത് പിശാച് കൊണ്ടുവച്ചിരിക്കുന്ന ഇപ്പോൾ ഒരു വലിയൊരു ഇരുമ്പ് പലക പോലെ അതവിടെ ഇരിക്കുകയാണ്. എന്ത് ചെയ്യും? അതിനെ വെട്ടിമാറ്റണമെങ്കിൽ വചനം ചെന്ന് കൊള്ളണം. വചനം വന്നിട്ട് നമ്മൾ പറയുകയാണ്, എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാനിത് എൻ്റെ ദൈവത്തിന് മുമ്പിലോട്ട് എടുക്കുകയാണ്, ദൈവം ഇത് കേൾക്കുന്ന ദൈവമാണ്. കർത്താവ് എന്നോട് പറഞ്ഞു, ഞാൻ സംശയിക്കുന്നു. ഭർത്താവ് സംശയിച്ചോ മക്കൾ, അതെനിക്ക് പ്രശ്നമല്ല. ഞാൻ സംശയിക്കാതെ ഹൃദയത്തിൽ വിശ്വസിച്ച് ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നാൽ ഈ മല, ഏത് രോഗമാകുന്ന മല, പ്രശ്നമാകുന്ന മല, മക്കളുടെ ബുദ്ധിഹീനത എന്താണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്, അഴിച്ചെടുത്തിട്ട് വലിച്ചെറിയുന്നതായിട്ട് മനസ്സുകൊണ്ട് കാണണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വചനം എടുക്കുന്ന സമയം ഒത്തിരിയും വചനത്തിനാണല്ലോ നിൽക്കുന്നത്. ഞാൻ കാണുന്നതൊരു വലിയ മലയാണ്. അതിൻ്റെ അടിവശം ഇളകിക്കഴിഞ്ഞു. ഇനി അത് പിന്നെ അവിടെ ഉറപ്പിക്കല്ലോ, വലിച്ചെടുത്തിട്ട് കിഴക്ക് പടിഞ്ഞാറകുന്ന പോലെ മലകൾ, പലതിനെക്കുറിച്ചുള്ള നെഗറ്റീവ് ചിന്തകൾ, പലതരത്തിനെക്കുറിച്ച് ഒരിക്കലും സാധിക്കത്തില്ല എന്നുള്ള ചിന്തകൾ കയറിയിരിക്കുന്നതിന്, അതൊരു മല പോലെ നിൽക്കുന്നതിന് അടിവശത്ത് തന്നെ എടുത്ത് അതിൻ്റെ അടിവശം അനങ്ങിക്കഴിഞ്ഞു. അതിനെ പൊക്കിയെടുത്ത് മാറിപ്പോട്ടെ. അപ്പോൾ ഇനിയിപ്പോൾ ഈ മലയെടുത്ത് മാറ്റാൻ നമുക്ക് ഒക്കൂല. പക്ഷെ കർത്താവ് പറയുന്നു, നീ കൈകൊണ്ടൊന്നും ചെയ്യണ്ട, വാ കൊണ്ട് പറയുക, വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് മാറി സമുദ്രത്തിൽ പോകുക എന്ന് പറയുമ്പോൾ സംഭവിച്ചു. ഇത്ര സിമ്പിളാണ്. അത്ര സിമ്പിളാക്കി വെച്ചാൽ യേശു പോയത് ഈ മലയോട്. അപ്പം നമ്മളെല്ലാം രോഗം വരുമ്പോൾ അതിനെ താലോലിച്ച് സംസാരിക്കും. അത് പിന്നെ ഈ രോഗികളവിടെയൊക്കെ വരുമ്പോഴത്തേക്ക് മറ്റുള്ളവർ സ്നേഹം കാണിക്കുന്ന അവതാ പറഞ്ഞു, അയ്യോ നിനക്ക് ഈ രോഗമാണ്. ഇതൊന്നും കറക്റ്റല്ല. ഈ രോഗത്തിൻ്റെ അതായത് അന്യദേവൻ്റെ പേര് പോലും നാവ് കൊണ്ട് എടുക്കരുതെന്ന് പറയുന്നത് പോലെ തന്നെ ഈ ദുഷ്ടൻ്റെ പ്രവർത്തനം ഒന്നും നാവ് കൊണ്ട് പറയാതെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വചനം കൊണ്ട് ഇഞ്ചക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ദൈവവചനം വളരെ 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 പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ഞാനീ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് അത് പറയുക തന്നെയല്ല, ഒരു ലെവലാകുമ്പോൾ അവരുടെ ശബ്ദം മാറും, അവരുടെ ചിന്തയ്ക്ക് വ്യത്യാസം വരും. അവർ തന്നെ എഴുന്നേറ്റ് പറയും, എനിക്ക് വ്യത്യാസം വന്നു. അവർ പറയും, നമ്മുടെ ശബ്ദം കേൾക്കുമ്പോൾ അറിയാം. അപ്പോൾ അവരാണ് പിന്നെ നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്ന് ഈ മാല മാറിപ്പോയിട്ട് അഗാധമായ ആഴമേറിയ സമുദ്രത്തിൽ വീഴട്ടെ. നമ്മൾ ഈ വചനം വെച്ചാണ് പ്രാർത്ഥിക്കുന്നത്. വചനം തുറന്നു വെച്ചിട്ടെടുക്ക്, കൈ അതിൽ ചൂണ്ടിപ്പിടിച്ച് പ്രാർത്ഥിക്ക്, എന്നിട്ട് ഇത് സംഭവിച്ചിരിക്കുന്നു എന്നൊന്ന് പറഞ്ഞു നോക്കിക്കേ. ദൈവം കേൾക്കത്തില്ലേ?
കർത്താവ് കേൾക്കുന്ന ഒന്നും കൂടെ വായിക്കാതുണ്ട്. ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ, വല്ലവരുടെ അല്ലേ, അവനവൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ, ഈ സംശയവും അവിശ്വാസമെന്ന ദുഷ്ടഹൃദയം, സംശയമെന്ന ദുഷ്ടഹൃദയം, നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ യേശു ക്രിസ്തുവിന് സംശയമുണ്ടെന്ന്? രോഗിയോട് സൗഖ്യമാകുക എന്ന് പറയുമ്പോൾ യേശു സംശയിച്ചാണ് പറയുന്നത്. ലാസർ എഴുന്നേറ്റ് വരെ നമ്മൾ സംശയിച്ചാൽ പറഞ്ഞെന്ന് വിശ്വസിക്കുന്നുണ്ട്. ആ യേശുവിൻ്റെ ആത്മാവല്ലേ ഇപ്പോൾ ഉള്ളിലുള്ളത്? എന്തുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ മാനിക്കുന്നില്ല? എന്തുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിന് കൊടുക്കേണ്ട വില നമ്മൾ കൊടുക്കുന്നില്ല? എത്രമാത്രം ദൈവത്തെ ഉയർത്തുന്നുവോ, എത്രമാത്രം പരിശുദ്ധാത്മാവിനെ ഏറ്റവും ഉന്നത സ്ഥാനം കൊടുക്കുന്നുവോ, അത്രമാത്രം നിൻ്റെ ശരീരത്തിൽ ദൈവാത്മാവ് പ്രവർത്തിക്കും. നമ്മുടെ വീടുകളിലേക്ക് ഒരാൾ കയറി വരുമ്പം നമ്മൾ അവരെ മാനിച്ച് സ്നേഹത്തോടെ കരുതിയാൽ നമുക്ക് കുറച്ച് നേരം നമ്മൾ ഇരിക്കത്തുള്ളൂ, അത് നമ്മൾ വീട്ടിൽ തിരിച്ചു പോകും. പക്ഷേ ആ മനസ്സിലെ ആ ഒരു കാഴ്ച അതൊരിക്കലും മാറൂല. അങ്ങനെയുള്ള കൂട്ടുകാരുണ്ടോ നിങ്ങൾക്ക്? ഒരാൾ വന്നാൽ, അവർ വന്നാൽ കാര്യം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു, അല്ലെ ഫോണിൽ കൂടെ പ്രാർത്ഥിക്കാനുണ്ടോ? പരിശുദ്ധാത്മ. അതുകൊണ്ട് 2 പേര് ഐക്യമത്യപ്പെടണം. എപ്പോഴാണെന്നറിയോ? എനിക്ക് തന്നെ ഈ മലയോട് മാറ്റാൻ വയ്യാത്തപ്പം ഞാൻ കൂടെ നിന്ന് ഒരാളെ കൂടെ വിളിച്ച് പ്രാർത്ഥിക്കും, വരുവീൻ. അതാണ് സ്ത്രീകളുടെ ഒരു സ്വഭാവം, കൂട്ടായ്മയാണ്. നമുക്ക് ഒരു പ്രശ്നമുണ്ട്, നമ്മൾ അതേപോലെ പ്രശ്നം അല്ലെങ്കിൽ പരിഹരിക്കാൻ പറ്റിയ ഒരാളെ വിളിച്ചിട്ട് ഒരു 5 മിനിറ്റ് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അത് മാറും. അങ്ങനെയുള്ള കൂട്ടുകാരെ ഉണ്ടാക്കാൻ ടൈം എടുക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ദിനംപ്രതി ഉണ്ടാക്കേണ്ടത്. ആവശ്യമുള്ളപ്പം പോയി വല്ലവരെയും വിളിച്ചാൽ കാര്യമാകത്തില്ല. അറിഞ്ഞിരിക്കണം പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം. ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ്, ഗുഡ് നൈറ്റ് ഹോളി സ്പിരിറ്റ്, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഇങ്ങനെ ആത്മാവിലൊരു കൂട്ടുകാരനോട് സംസാരിക്കുന്ന പോലെ സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണെങ്കിൽ ഈ വചനം വ്യക്തമായിട്ടും പറയുന്നു, ഞാൻ നിങ്ങളുടെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു. ഏത് ബന്ധനമാട്ടെ? ചിലരുടെ ബിസിനസ്സാണ്, ചിലരുടെ മക്കളുടെ പ്രശ്നമാണ്, ചിലരുടെ പഠിത്തമാണ്, ചിലരുടെ രോഗമാണ്, വീട് പണിയാണ്, ഇങ്ങനെ പലതും വരുന്നുണ്ട്. അപ്പം ഈ മാല, ഇതൊരു മലയാണ് എൻ്റെ മുമ്പിൽ, ഇത് നീങ്ങി കടലിൽ ചാടിപ്പോയെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് പോലെ അത് സംഭവിക്കും. എന്താണെന്ന് കഴിഞ്ഞാൽ മജിസ്ട്രേറ്റ് ആണോ പറയാൻ? ആണെന്ന്. കർത്താവിൻ്റെ മുമ്പിൽ കോടതിയിൽ നിന്ന് പറയാൻ എനിക്ക് അധികാരമുണ്ടെന്ന് പറയുവീൻ. ഒട്ടും മടിക്കാതെ പറ. അല്ലെങ്കിൽ പറയാൻ കഴിവുള്ള ആരെങ്കിലും വെച്ച് ഒരു വാക്കൊന്ന് ഒറ്റ വാക്ക് പ്രാർത്ഥിച്ചാൽ ഭർത്താവിൻ്റെ അടുക്കൽ ചെന്നിട്ട് ഈ ശതാധി ഒരു വാക്ക് മതി, നിൻ്റെ ഒരു വാക്ക് മതി. പക്ഷേ അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടായിരുന്നു, യേശു പറഞ്ഞാൽ നടക്കുമെന്ന്. നമുക്ക് ആ വിശ്വാസം, ഫെമിലിയാരിറ്റി ലീഡ്സ് ടു കണ്ടംപ്റ്റ്. അതായത് എന്ന് യേശുവിനെ കുറിച്ച് കേട്ട് നമുക്ക് ദൈവത്തിൻ്റെ മഹത്വം അറിഞ്ഞുകൂടാ. ഇതൊരു ആറ്റമിക് ബോംബാണ് ഉള്ളിലിരിക്കുന്നതെന്ന് ഞാൻ അറിയുന്നില്ലെങ്കിൽ എന്നാ പ്രയോജനമാണ്? അതുകൊണ്ട് ഉണർന്ന് പ്രവർത്തിപ്പീൻ. ഈ ഒരു വചനം എടുത്ത് അതിൽ കൈ ചൂണ്ടി വെച്ച് പ്രാർത്ഥിപ്പീൻ. നിങ്ങളുടെ ബന്ധനം എന്താണെങ്കിലും അവിടെ ഇരുന്നുകൊണ്ട് തന്നെ, കടന്നുകൊണ്ട് തന്നെ എഴുന്നേറ്റ് നിന്ന് ഈ മാലയോട് മാറിപ്പോയിട്ട് കാണണം. ഈ മാല പറിഞ്ഞ്, അപ്പോഴത്തേക്ക് ദൈവദൂതന്മാർ ആക്ട് ചെയ്യാണ്, പറിഞ്ഞ് അഗാധ സമുദ്രത്തിലോട്ട് വീഴുന്നതും, വീഴുമ്പോൾ വെള്ളം ഇങ്ങനെ സ്പ്ലാഷ് ചെയ്ത് പൊങ്ങി വരും. കാരണം എത്രമാത്രം വലിയൊരു മല. അത് കഴിയുമ്പോൾ ഒരു വഴി മുമ്പിലുണ്ട്. ഇപ്പോഴെൻ്റെ മുന്നിലൊരു വഴി തുറന്നു വരും. അതാണ് ഞാൻ ചെയ്യുന്നത്. ഈ മലയെ കണ്ട് നിങ്ങൾ പേടിക്കരുത്. പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ യേശു എന്നോട്, ഞങ്ങളോട് വ്യക്തിപരമായിട്ട് പറയുന്നത്, നീ മറ്റുള്ളവർക്ക് നിനക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കും, നിൻ്റെ ഭാരമേറിയ ആവശ്യങ്ങൾ എൻ്റെ മുമ്പിൽ കൊണ്ട് വെക്കുമ്പോൾ ഈ പർവ്വതം വെറും ഉറുമ്പ് പോലെയായി മാറും. പക്ഷെ എവിടെ കൊണ്ട് വെക്കണം? യേശുവിൻ്റെ മുമ്പിൽ. വചനമെടുത്ത് വെച്ച് കൈ ചൂണ്ടി വിരൽ വെച്ച് പ്രാർത്ഥിക്കുക. ദൈവം ഉത്തരം തന്നിരിക്കുന്നു. എന്താണ് ആവശ്യമെങ്കിലും ദൈവത്തിന് വലിയ പ്രശ്നമല്ല, നമുക്ക് പ്രാപിച്ചെടുക്കാം. പ്രാർത്ഥിക്കാം. ആത്മാവെ ഉണരുക, ഉണരുക, ഉണരുക. ആത്മാവെ വേഗം ഉണരുക, ഉണരുക, ഉണരുക. ജീവൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിലുണ്ടെന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നതെന്നും ചൂട് പിടിപ്പിച്ച, തീ പിടിപ്പിക്കുന്ന, താവെ അല്പം തീ പോരാ പിച്ച, നല്ല വെള്ളം തിളയ്ക്കുന്നത് പോലെ, ആകാശത്തിൽ നിന്ന് തീ പോലെ സ്വർഗം കീറിയിറങ്ങി വരുന്ന ദൈവത്തിൻ്റെ ശക്തിയാകുന്ന വചനം ചെന്ന് കൊണ്ടിട്ട് ഈ മല, ആരുടെയൊക്കെയോ തലയിലെ വലിയ ചിന്താമണ്ഡലത്തിലുള്ള അന്ധകാര ശക്തി അഴിഞ്ഞു പോകുന്നു. ഈ മലയോട് മാറി അതിൻ്റെ അടിവേരോട് ഈ മലയുടെ അടിസ്ഥാനം ഇളകിക്കഴിഞ്ഞപ്പച്ച അത് മാറി അഗാധ സമുദ്രത്തിൽ വീണു പോകട്ടെ എന്ന് യേശുവിൻ നാമത്തിൽ പറയുന്നു. അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുന്നു. നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ, ഞാനും എൻ്റെ ദൈവവും കൂടെ ചേർന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഈ ദൈവത്തിൻ്റെ ദൂതൻ അത് അനുസരിക്കുകയാണ്. ഉടനടി അത് പറഞ്ഞു
അഗാധ സമുദ്രത്തിലേക്ക് വീണിട്ട് വെള്ളം പൊങ്ങി വരുന്നതായിട്ടും ആ വലിയ പാറ മണ്ണിൻ്റെ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകുന്നതായിട്ടും ഞങ്ങൾ കാണുന്നു. ഇന്ന് വരെ കാണാത്ത ചില സത്യങ്ങൾ ഞങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിലേക്ക് തുറന്നു വരുന്നു. ആ മല മാറിയപ്പോൾ എൻ്റെ മുമ്പിലുള്ള വാതിലിതാ തുറന്നു വന്നിരിക്കുന്നു. ആ വാതിൽ നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ ഈ മല ഇവിടെ നിന്നുകൊണ്ട് കണ്ടില്ല. ഇന്നത് മാറ്റിത്തന്ന് എനിക്ക് വേണ്ടി ദൈവമേ നീയാകുന്ന വാതിൽ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്ന ദൈവത്തെ നേരിട്ട് കാണാൻ ഇത് ഇടയാക്കിയതിന് നന്ദിയോടെ സ്തോത്രം. അതുകൊണ്ടാണ് വിശുദ്ധന്മാർ കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. ദാവീദ് അതുകൊണ്ടാണ് പറഞ്ഞത്, എനിക്ക് കഷ്ടങ്ങൾ വന്നത് നന്നായി, അതിനാൽ ഞാൻ നിൻ്റെ ചട്ടങ്ങളെക്കുറിച്ച് പഠിക്കുവാനിടയെ. ഞാൻ പറയുന്ന കർത്താവേ, പ്രയാസത്തിൻ്റെ നടുക്ക് എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയായിട്ട് നീ ഞങ്ങളെ സൂക്ഷിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കാൻ. എത്രയൊക്കെ പ്രശ്നമുണ്ടെങ്കിലും ശത്രുക്കളുടെ മുമ്പിൽ മേശയൊരുക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഞങ്ങളെ വ്യക്തിപരമായിട്ട് പഠിപ്പിക്കുന്ന ഈ ദിവ്യ സ്നേഹത്തിന് നന്ദി. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.